അപ്പൊ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ? രക്ഷിക്കപ്പെട്ടു. ഇനി ഒരു കാര്യം കൂടെയുണ്ട്. ദേഹം കഴിഞ്ഞ് ആത്മാവ് ദേഹി കഴിഞ്ഞു, ഇനി ദേഹത്തിലാണ് വരുന്നത്. ദേഹത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാമോ? രക്ഷിക്കപ്പെട്ടു ആത്മാവ്, ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആത്മാവ് രക്ഷിക്കപ്പെടും. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദിനംതോറും ദേഹം രക്ഷിക്കപ്പെടും. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല ഇല്ല. നിങ്ങൾക്ക് തെരയവില്ല ഇല്ല. ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ യേശുവിനെ ഭൂമിയിൽ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി ഞാൻ അവനെ അംഗീകരിച്ചു. അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. രണ്ട്, ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാ എന്റെ ഈ ജഡശരീരം രക്ഷിക്കപ്പെടും. എപ്പോൾ? എപ്പോൾ? കർത്താവിന്റെ വരവിൽ. അതാ പറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു, കാലചക്രം ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എന്റെ ടയറിന്റെ കാറ്റ് പോയി. 6 അടി മണ്ണിലേക്ക് ഞാൻ തിരികെ പോകും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഈ ശക്തി സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം. എല്ലാവരും വായി തുറന്ന ദാനമാ, ദാനമാ, ദാനമാ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ ദൈവ പൈതലാണെന്നുള്ള ബോധം എനിക്ക് ലഭിച്ചത് ദൈവത്തിന്റെ ദാനമാണ്. പ്രിയ ബ്രദറിനെ ഞാൻ ഉച്ചയ്ക്ക് പരിചയപ്പെടുവാനിടയായി തീർന്നു. ആ ബ്രദറിനോട് ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാ. ബ്രദർ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റും? ഗ്രീൻ ഷർട്ട്. ഇതിന്റെ പേര് സുധീർ എന്നാണ് പേര്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ നടന്നു. ലക്ഷങ്ങൾ അല്ലെ? ലക്ഷങ്ങൾ. ആമേൻ. 1.5 കോടി, ലക്ഷങ്ങളല്ല, 1.5 കോടി രൂപ. എനിക്ക് തോന്നുന്നു 12 വർഷക്കാലം രക്തസ്രാവമുള്ള സ്ത്രീയെ എനിക്ക് ഓർമ്മ വരിക. ആമേ. 1.5 കോടി രൂപ ചെലവഴിച്ച് മരുന്ന് കുത്തിക്കേറ്റ് ശരീരമാണ്. മരുന്നിനകത്ത് ഒഴിക്കേണ്ടത് കുത്തിക്കേണ്ടതെല്ലാം ചെയ്തതാ. വിദേശത്ത് നിന്ന് മരുന്ന് കൊണ്ടുവന്നതാ. രോഗം ക്യാൻസർ. അത് മാറ്റാൻ ഇന്ത്യയിൽ ഒരു ഡോക്ടർമാർക്കും കഴിയത്തില്ല. കൃപയാൽ അഭിഷേകൻ ചെന്നു, പ്രാർത്ഥിച്ചു, സൗഖ്യമായി. ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്. യേശുവിനെ അറിഞ്ഞിട്ടില്ല ഇതുവരെ. സ്തോത്രം. ശ്രദ്ധിക്കുക, ഇദ്ദേഹം യേശുവിനെ അറിയത്തില്ല. ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ട് യേശുവിനെ അറിയുള്ളൂ അല്ലേ? അല്ലേ? ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഞാൻ പേര് പറയുന്നില്ല, വേണ്ട, നമുക്ക് എന്തിനാ ആവശ്യം അല്ലേ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, കൃപയാ ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ദൈവം ഇദ്ദേഹത്തെ സൗഖ്യമാക്കിയ നാൾ മുതൽ ദൈവം സൗഖ്യമാക്കി. എന്നാൽ ഇദ്ദേഹം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഭൂമിയിൽ നടക്കുന്നു. അത് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മോനാണെന്ന് മുമ്പ് അറിയാമായിരുന്നോ? ഇല്ല. ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് പണ്ട് വന്ന വിശ്വാസത്തിനകത്ത് നിങ്ങൾ ആ ദൈവത്തിന്റെ മകനാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടായിരുന്നു. എപ്പോഴാ വന്നത്? ഒരു കയ്യടി കൊടുക്കാൻ പറ്റും? ഇത് വളരെ കൊണ്ടുവന്നു. എടാ, കാണുന്നതെല്ലാം ദൈവം. അവിടെ ചെന്നെല്ലാം ഞങ്ങൾ വണങ്ങും. അവര് എന്റെ അപ്പനാരാ? ഇപ്പൊ വിളിച്ച ഞാൻ ഇറങ്ങോട്ട്. എന്താണെന്നറിയാമോ? അന്ന് എനിക്ക് അറിയത്തില്ല, ആരാണെന്ന് അറിയത്തില്ല. ഇന്ന് എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ് മനസ്സിലാക്കിയപ്പോൾ ഏത് പ്രതികൂലത്തെ, ഏത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് എന്നെ ശക്തിയുണ്ട്. പേടിക്കല്ലേ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ശക്തി വലിയതാ.